അദ്ദേഹം കയറുന്നത്. അല്ലെ, സുരേഷ് ഗോപി ഇറങ്ങി വരുമ്പോൾ താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സുരേഷ് ഗോപി ഇറങ്ങി വരുമ്പോൾ സുരേഷ് ഗോപിയോടൊപ്പമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ താങ്കൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? സുരേഷ് ഗോപി ഇറങ്ങി വരുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടോ? അരുൺ, ഇവിടെ എവിടെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ സാങ്കേതികത്വത്തെ കുറിച്ച് താങ്കൾ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അടുത്തുണ്ടാകേണ്ട ആളാണ്. ആ സുരക്ഷാ ഉദ്യോഗസ്ഥന് അവിടെ എത്താൻ സാധിക്കാത്തത് എന്താണ് സുരേഷ് താങ്കൾ ഈ പറയുന്നത്? രാമനിലയത്തിൽ ഇറങ്ങി വരുന്ന സുരേഷ് ഗോപി നമുക്ക് കാണാം. ആ രാമനിലയത്തിൽ ഇറങ്ങി വരുന്ന വാതിൽക്കലിൽ നിങ്ങൾക്ക് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെ മുൻപിൽ കാണാൻ കഴിയുന്നില്ല. ഇറങ്ങി വരുന്ന ഘട്ടത്തിൽ ഒരിടത്തും കാണാൻ കഴിയുന്നില്ല. അദ്ദേഹം നിൽക്കുന്നതാവട്ടെ ആ കാറിന്റെ തൊട്ട് മുന്നിലാണ്. പത്രക്കാരുടെ മൈക്കിന്റെ പുറകിൽ കാണുന്ന ആ തലയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ തല. സുരക്ഷാ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകാൻ സാധിക്കുന്നില്ല. മാധ്യമ പ്രവർത്തകരുടെയാണ് ആ തലമാറ്റല്ലേ? അല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങൾ കളവ് പറയുകയാണ്, പച്ച കള്ളം പറയുകയാണ്. നിങ്ങൾ കള്ളമാണ് പറയുന്നത്. എനിക്കറിയാം സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ തലയാണ് കാണുന്നത്. ആ സുരക്ഷാ ഉദ്യോഗസ്ഥനെ പത്രക്കാർ നിങ്ങളുടെ ചാനൽ വളഞ്ഞു വെച്ചിരിക്കുകയാണ്. അതാണ് സംഭവം. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷ്വൽ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു എം പിയെ, ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ഒരു എം പിയെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കരുത്. അത് ശരിയല്ല. അത് നല്ല മാധ്യമ പ്രവർത്തനമല്ല എന്ന് ബഹുമാന്യനായ അരുൺകുമാറിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതല്ല മാധ്യമ പ്രവർത്തനം. നിങ്ങൾ നോക്കൂ, അദ്ദേഹം പത്രക്കാരെ മാറ്റിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് കാറിനകത്തേക്ക് കയറാൻ സാധിക്കുന്നത്. കാണുന്നില്ലേ നിങ്ങൾ? അതാണോ കാണുന്നില്ലേ? അദ്ദേഹം മാറ്റേണ്ട അവസ്ഥയില്ല. ആ സുരക്ഷാ ഉദ്യോഗസ്ഥനെ നിങ്ങളുടെ മുന്നിലേക്ക് വിട്ടിരുന്നുവെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് വഴിയൊരുക്കുമായിരുന്നു. ആ ഉദ്യോഗസ്ഥനെ നിങ്ങൾ തടഞ്ഞു വെച്ചു. അതാണ് യാഥാർത്ഥ്യം. സുരേഷ് ഗോപിയുടെ മാർഗ തടസ്സം എവിടെയാ സൃഷ്ടിച്ചത്? എവിടെയാ മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത് നോക്കൂ. അല്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ബാക്കി വീഡിയോ കൂടെ കാണിക്കൂ. ബാക്കി വീഡിയോ ഞാനിപ്പോ ആവശ്യമുള്ള അത്ര എടുത്തു വെച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ചിട്ട് കാണുന്നതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ. സുരക്ഷാ ഉദ്യോഗസ്ഥൻ സുരേഷ് പറഞ്ഞത് ശരിയാണെന്ന് കരുതുക. മാർഗ തടസ്സം സൃഷ്ടിച്ചു. ആ കാറ് തടയുന്നത് കാറിന്റെ പുറകിൽ നിന്നാണോ? കാറിന്റെ പുറകിൽ നിന്ന് ഏതെങ്കിലും കാർ തടയാൻ പറ്റൂ? എന്റെ ശ്രീ അരുണെ, ഈ അരുണെ വീണടുത്ത് സുരക്ഷിതമായിട്ട് കാറിൽ കയറ്റാൻ കഴിയുമായിരുന്നു. അടുക്കെത്താൻ സാധിക്കാത്തത്. താങ്കളുടെ കൺമുന്നിലുള്ള ദൃശ്യങ്ങൾ വിശദീകരിക്കൂ. രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സുരേഷ് ഗോപിയുടെ മാർഗ തടസ്സം സൃഷ്ടിച്ച് കാറിൽ കയറാതെ മാധ്യമപ്രവർത്തകർ എവിടെയാണ് നിൽക്കുന്നത് നോക്കൂ. ഞാൻ പറയാം, താങ്കൾ നിർത്തൂ, ഞാൻ പറയാം. രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന സുരേഷ് ഗോപി അവിടേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ പത്രക്കാർ നിൽക്കുന്നു. ഈ കാണുന്ന തല അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ തലയാണ്. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി അദ്ദേഹത്തിന്റെ കാറിന്റെ ഡോർ തുറന്നു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ സമ്മതിക്കുന്നില്ല. നിങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കുന്നതിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥനായ പോലീസുകാരനെ സുരക്ഷ കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു. അതാണ് സംഭവിച്ചത്. അല്ല നോക്കൂ, സുരേഷ് ഗോപിയുടെ മാർഗദർശനമാണല്ലോ കേസിലെ ഒരു ഭാഗം. തലയാണ്. അപ്പോ നിങ്ങളുടെ പാർട്ടിയിലെ എം പിക്ക് മുകേഷ് രാജിവെക്കുന്നത് വിഷയമല്ല. മുകേഷ് രാജിവെക്കണമെന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശിക്കുക, അതിജീവിതരുടെ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന മാധ്യമപ്രവർത്തകരെ, അതിജീവിതരുടെ വെളിപ്പെടുത്തലുകളെ തീറ്റയായി കാണുക. ഇതിലാണോ നിങ്ങളൊരു എം പിയെ ഡൽഹിയിലേക്ക് അയച്ചത്? ഇതിലാണോ നിങ്ങളൊരു കേന്ദ്രമന്ത്രിയെ സൃഷ്ടിച്ചത്? സുരേഷ്